പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നമ്മൾ ഈ 3 ടൂളിനെ പറ്റിയാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ 4 ടൂളുകളെ പറ്റിയാണ്. അതായത് പുഷ് ആൻഡ് പുൾ ടൂൾ, ഓഫ്സെറ്റ് ടൂൾ, മൂവ് ടൂൾ, ഫോളോ മീ ടൂൾ. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഈ പേജിൽ ഒരു 3 ലൈൻ കാണുന്നുണ്ട്. കണ്ടോ? ബ്ലൂ, ഗ്രീൻ, റെഡ്. ഇത് ആക്സിസ് ലൈനാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് എൽ എന്ന കമൻറ്റ് കൊടുത്ത് ലൈൻ വരയ്ക്കാം. ആ ലൈൻ സ്ട്രെയിറ്റ് ലൈനാണ് എന്ന് കാണിക്കുന്നത്. അതായത് ആക്സിസ് ലൈൻ, അതായത് ആ ഗ്രീൻ ലൈനിന് പാരലായിട്ട് സ്ട്രെയിറ്റ് ആണെന്ന് കാണിക്കാൻ ആ കളർ തന്നെ നമ്മുടെ ലൈനിലും വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ നമ്മളിപ്പോൾ വരയ്ക്കുന്ന ലൈൻ സ്ട്രെയിറ്റ് ലൈനാണ്. കണ്ടോ? ഞാനിപ്പോൾ അത് മുകളിലോട്ട് വരയ്ക്കാം. കണ്ടോ? ബ്ലൂ കളർ ലൈൻ, അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് പോവുകയാണ്. ഇപ്പുറത്തോട്ട് വലത്തോട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് അത് റെഡായി നിൽക്കുന്നു. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടല്ലോ? ഓക്കെ. അപ്പോൾ ഞാൻ ഈ ലൈൻ ടൂൾ കൊണ്ട് ഒരു ബോക്സ് കൂടെ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് നോക്കുക എങ്ങനെയാണെന്ന്. മെഷർമെൻറ്റ് കൊടുത്താണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇത്രയും കൊണ്ടുവന്നതിന് ശേഷം താഴെ നിങ്ങൾ കണ്ടില്ലേ ലെങ്ത് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ 1.77 മീറ്ററാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ കീബോർഡിൽ അവിടെ ഒരു 5 എന്ന് കമൻറ്റ് കൊടുത്തിട്ട്, അതായത് എനിക്ക് 5 മീറ്റർ ലെങ്താണ് വേണ്ടത്, 5 എന്ന് കമൻറ്റ് കൊടുത്തിട്ട് ഞാൻ എൻ്റർ പ്രസ് ചെയ്യുകയാണ്. കണ്ടോ? നമുക്കിവിടെ 5 മീറ്ററിൽ ഒരു ലൈൻ കിട്ടി. അതുപോലെ ഞാൻ ഈ സൈഡിലും അതുപോലെ ഒരു ലൈനർ ടൂൾ കൊണ്ട് വച്ചതിന് ശേഷം 5 എന്ന കമൻറ്റ് കൊടുത്ത് എൻ്റർ ചെയ്യുകയാണ്. അതുപോലെ ഇങ്ങോട്ടും 5 എൻ്റർ. ഇവിടെ കൊണ്ട് ഞാൻ എൻഡ് പോയിൻ്റ് കൊണ്ട് ഞാൻ എൻഡ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നേരെ മുകളിൽ വന്നിട്ട് ഇവിടെ ഒരു ടൂളുണ്ട്. കണ്ടോ? പുഷ് ആൻഡ് പുൾ ടൂൾ. അത് ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ നേരെ ഞാൻ ഇതിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കുകയാണ്. കണ്ടോ? അപ്പോൾ കണ്ടോ അത് സെലക്ട് ആയത് കണ്ടോ? ഇനി ഞാനത് ക്ലിക്ക് ചെയ്ത് സ്വല്പം ഒന്ന് മുകളിലോട്ട് ഉയർത്തി. എന്നിട്ട് ഞാൻ ഡിസ്റ്റൻസ് എന്ന് കാണിക്കുന്ന അവിടെ ഞാൻ 5 മീറ്റർ 5 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്തു. ഇപ്പോൾ കണ്ടോ? കറക്റ്റ് അത് 5 മീറ്റർ ഉയർന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ പുൾ ആൻഡ് പുഷ് ടൂൾ കൊണ്ട് വെച്ചപ്പോൾ കണ്ട മുകൾ വശം സെലക്ട് ആയിട്ടുണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ സ്വല്പം ഒന്ന് താഴ്ത്തിയതിന് ശേഷം ഞാൻ കമൻറ്റ് ബോക്സിൽ 2 മീറ്റർ, എനിക്ക് 2 മീറ്ററാണ് താഴേണ്ടത്. ഞാൻ 2 എന്ന് കൊടുത്ത് എൻ്റർ ചെയ്യുകയാണ്. കണ്ടോ? അത് 2 മീറ്റർ താഴ്ന്നിട്ടുണ്ട്. ഒന്നും കൂടെ നോക്കുക. ഞാൻ ഇപ്പോൾ 2 മീറ്റർ താഴ്ത്തിയ ഈ ഭാഗത്തിൽ ഞാൻ പിന്നെയും പുഷ് ആൻഡ് പുൾ ടൂൾ കൊണ്ടുവച്ചിട്ട് അവിടെ സെലക്ട് ആയിട്ടുണ്ട്. കണ്ടല്ലോ? ഡോട്ടായിട്ട് സെലക്ട് ആയിരിക്കുന്നത്. ക്ലിക്ക് ചെയ്ത് സ്വല്പം ഒന്ന് മുകളിലോട്ട് ഉയർത്തിയതിന് ശേഷം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മൗസിൽ നിന്ന് വിരലെടുക്കുക. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് മൗസിൽ നിന്ന് വിരലെടുക്കുക. ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കേണ്ട. ക്ലിക്ക് ചെയ്ത് മൗസിൽ നിന്ന് വിരലെടുക്കുക. അതിനുശേഷം സ്വല്പം ഒന്ന് മുകളിലോട്ട് ഉയർത്തിയതിന് ശേഷം ഞാൻ 2 എന്ന കമൻറ്റ്, അത് 2 മീറ്ററാണ് എനിക്ക് മുകളിലോട്ട് പൊങ്ങേണ്ടത്, കൊടുത്തിട്ട് ഞാൻ എൻ്റർ ചെയ്തു. കണ്ടോ? അത് തിരിച്ച് അതുപോലെ 2 മീറ്റർ മുകളിലേക്ക് ഉയർന്നു. ഇതാണ് ഈ പുഷ് ആൻഡ് പുൾ ടൂളിൻ്റെ ഉപയോഗം. ഈ പുഷ് ആൻഡ് പുൾ എന്ന ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡിൽ P എന്ന ബട്ടണാണ്. P ഒന്നുകൂടെ നോക്കുക. ഞാൻ സ്പേസ് ബാർ അമർത്തുന്നു. അപ്പോൾ സെലക്ഷൻ ടൂൾ വന്നു. ഞാൻ P എന്ന ബട്ടണിൽ ഒന്നും കൂടെ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പുഷ് ആൻഡ് പുൾ ടൂൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അത് ഞാൻ L എന്ന കമൻറ്റ് കൊടുത്ത് പെൻസിൽ ടൂൾ ലൈൻ ടൂൾ എടുത്തേക്കാണ്. ഞാനത് ഈ ലൈനിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു വര വരച്ചു. എന്നിട്ട് ഞാൻ P എന്ന കമൻറ്റ് കൊടുത്ത് പുഷ് ആൻഡ് പുൾ ടൂൾ എടുത്ത് ഇതിൽ വെച്ച് ഒന്ന് ക്ലിക്ക് ചെയ്ത് സ്വല്പം ഒന്ന് താഴോട്ടാക്കി ഞാൻ 2 എന്ന വാല്യൂ കൊടുത്ത് എൻ്റർ ചെയ്യുകയാണ്. കണ്ടോ? താഴോട്ട് പോയി. അതുപോലെ ഒന്നും കൂടെ ഞാൻ L എന്ന കമൻറ്റ് കൊടുത്ത് ലൈൻ ടൂൾ എടുത്ത് സെൻറ്റർ ചെയ്താൽ ഇതുപോലെ വരച്ചു. എന്നിട്ട് P എന്ന കമൻറ്റ് കൊടുത്ത് ഇതിലിങ്ങനെ വച്ചിട്ട് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഓട്ടോമാറ്റിക്കലായി 2 മീറ്റർ താഴോട്ട് പോയി. കാരണം നമ്മൾ ഒരു പ്രാവശ്യം വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ
പിന്നെ അതേ വാല്യൂ തന്നെയാണെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ വാല്യൂ മാറ്റി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് 2 മീറ്റർ വരണമെങ്കിൽ നമ്മൾ പിന്നെ വാല്യൂ കൊടുത്താലേ നമുക്ക് ഇതുപോലെ താഴോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വാല്യൂ തന്നെയാണ് ഇനി കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ഞാൻ 2 മീറ്ററാണ് താക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ ഇതുപോലെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് 2 മീറ്റർ താഴോട്ട് പോയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ടൂള് പരിചയപ്പെടാം. അതിന് മുമ്പേ നമുക്ക് ഈ ലൈൻ ഒന്ന് മായ്ക്കാം. നമുക്ക് എറൈസ് ടൂൾ എടുത്ത് ഈ ലൈൻ ഒന്ന് മായ്ക്കാം. ഇനി നമ്മുടെ അടുത്ത ടൂളെന്ന് പറയുന്നത് ഓഫ്സെറ്റ് ടൂളാണ്. ഇതാണ് ഓഫ്സെറ്റ് ടൂള്. ക്ലിക്ക് ചെയ്യാണ്. കണ്ടോ, ആ ടൂൾ നമ്മൾ ഓൾറെഡി ഇവിടെ കൊണ്ടുവയ്ക്കുമ്പം തന്നെ ഏത് ഭാഗത്താണ് നമ്മൾ ടൂൾ കൊണ്ടുവയ്ക്കുന്നത് അവിടെ അങ്ങ് സെലക്ട് ആവും. കണ്ടോ, ഞാനിതിപ്പോൾ ഇതിന് ഓഫ്സെറ്റ് എടുക്കുകയാണ്. ക്ലിക്ക് ചെയ്ത് ഞാൻ വാല്യൂ കൊടുത്ത് പോവുകയാണ്. ഇതിനകത്തേക്ക് 1 മീറ്റർ, അതായത് ഞാനിപ്പോൾ 1 മീറ്റർ എന്ന വാല്യൂ കൊടുത്ത് എൻ്റർ ചെയ്തു. കണ്ടോ, നമുക്ക് 1 മീറ്റർ അകത്തോട്ട് ഓഫ്സെറ്റായി. ഈ ഓഫ്സെറ്റ് ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡിൽ എഫ് എന്ന കമൻറ്റാണ്. ഇനി നമുക്ക് പുഷ് ആൻഡ് പുൾ പി എന്ന കമൻറ്റ് കൊടുത്ത് ആ ടൂൾ എടുത്തു. ഞാൻ ഇതിനെ 1 മീറ്റർ മുകളിലോട്ട് ഉയർത്തുകയാണ്. ഇനി ഇതിനകത്തും ഞാൻ ഓഫ്സെറ്റ് എഫ് എന്ന കമൻറ്റ് കൊടുത്ത് ഓഫ്സെറ്റ് എടുത്ത് 1 മീറ്റർ കൊടുത്ത് എൻ്റർ ചെയ്തു. ഇനി പുഷ് ആൻഡ് പുൾ ടൂൾ എടുത്ത് മുകളിലോട്ട് 1 മീറ്റർ ഉയർത്തുകയാണ്. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് കാണും. കാരണം നമ്മുടെ ഈ വ്യൂവിനെ എങ്ങനെയാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 3D ആംഗിളിൽ തിരിക്കുന്നതെന്നുള്ളത്. അതായത് നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ, ഓർബിറ്റ്. ആ ടൂൾ എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൗസിൽ സ്ക്രോൾ വീൽ അമർത്തിക്കൊണ്ട് നമുക്കിതിനെ അങ്ങോട്ട്, അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം കണ്ടില്ലേ, പുഷ് ആൻഡ് പുൾ ടൂളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഓർബിറ്റിലോട്ട് പോയി ക്ലിക്ക് ചെയ്ത് ഇത് തിരിക്കുകയാണെങ്കിൽ പിന്നെ രണ്ടാമത് നമുക്ക് അടുത്ത പുഷ് ആൻഡ് പുൾ ടൂൾ വേണമെങ്കിൽ പിന്നെ നേരെ നമ്മൾ പുഷ് ആൻഡ് പുൾ ടൂളിൽ പോയി ക്ലിക്ക് ചെയ്ത് എടുക്കേണ്ടി വരും. മറ്റേതാകുമ്പം മൗസിൻ്റെ വീലിൽ പ്രസ് ചെയ്താണെങ്കിൽ ഓട്ടോമാറ്റിക് നോക്കിക്കോളൂ, നിങ്ങൾ നമ്മുടെ ടൂള് മാറാതെ തന്നെ നോക്കിക്കോണം. കേട്ടോ, ഞാൻ മൗസിൻ്റെ വീലിൽ പ്രസ് ചെയ്താണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുന്നത്. നമ്മൾ ആ ടൂള്, അതായത് പുഷ് ആൻഡ് പുൾ ടൂൾ മാറുന്നില്ല. നമ്മൾ ഏത് ടൂളാണോ സെലക്ട് ചെയ്യുന്നത് ആ ടൂൾ മാറത്തില്ല. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ടൂളിലോട്ട് പോകാം. അടുത്ത ടൂളെന്ന് പറയുന്നത് ഫോളോ മീ എന്ന് പറയുന്ന ടൂളാണ്. അപ്പോൾ നമുക്ക് ഫോളോ മീ ടൂൾ ഒന്ന് സെലക്ട് ചെയ്യാം. ഇതാണ് ഫോളോ മീ ടൂൾ. അഥവാ നിങ്ങളുടെ ഈ ടൂൾ ബാറിൽ ഈ ഫോളോ മീ ടൂൾ ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ വ്യൂവിൽ പോയി ടൂൾ ബോക്സ് എടുത്ത് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ ഫോളോ മീ ടൂളിന് പ്രത്യേകിച്ചൊരു ഷോർട്ട് കട്ട് കീ ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലോട്ട് കിടക്കാം. ലൈൻ ടൂൾ എടുത്ത് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി എനിക്ക് ഈ ഡിസൈൻ ഇതുവഴി ഇങ്ങനെ കൊണ്ടുപോകണം, കറക്കി കൊണ്ടുപോകണം. അതിന് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം സെലക്ഷൻ ടൂൾ എടുത്ത് അത് ഈ ഡിസൈൻ പോകേണ്ട വഴി പാത്ത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ബാക്കി ലൈനും കൂടെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഫോളോ മീ ടൂൾ സെലക്ട് ചെയ്ത് ഈ വരച്ച ഡിസൈനിലേക്ക് ക്ലിക്ക് ചെയ്തു. കണ്ടോ, നമുക്ക് ആ ബോർഡർ ലൈൻ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇത് സാധാരണ ബിൽഡിങ്ങിൻ്റെ കോർണീസ് വർക്ക്, പില്ലറിലൊക്കെ ഉള്ള ബോർഡർ വർക്ക്, അങ്ങനത്തെ വർക്കുകൾ ചെയ്യാനാണ് ഈ ഫോളോ മീ എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിക്കുന്നത്. നമുക്കിനി അടുത്ത ടൂളിനെ പറ്റി പഠിക്കാം. അടുത്ത ടൂളെന്ന് പറയുന്നത് മൂവ് ടൂളാണ്. അപ്പോൾ മൂവ് ടൂളിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കീബോർഡിൽ എം എന്ന കമൻറ്റാണ്. മൂവ് ടൂളിനെ പറ്റി കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. കാരണം നമ്മളിപ്പോൾ ഈ ചെയ്ത വർക്കിനെ ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സെലക്ഷൻ ടൂൾ എടുത്ത് ഈ വർക്കിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം എം എന്ന കമൻറ്റ് കൊടുത്ത് മൂവിങ് ടൂൾ എടുത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. ട്യൂട്ടോറിയൽ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. ബൈ.